യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യം വായിക്കുമ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്നു. ഹല്ലേലൂയ. യഹൂദന്മാരെ പേടിച്ച് ഭയന്ന് വാതിൽ അടച്ചിട്ട് ഹല്ലേലൂയ യേശുവിന്റെ ശിഷ്യന്മാര് ഒരു മുറിയില് ആയിരിക്കുകയാണ്. അവർ തന്നെ എന്തുവാണ്, കൊളുത്തൊക്കെ ഇട്ട് അകത്തിരിക്കുകയാണ്. കാര്യമേ യഹൂദന്മാരെ അവർക്ക് ഭയമാണ്. അവിടെ യേശുവിനെ ക്രൂശിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും അവരെയും എന്തുവാണ്, എന്തും ചെയ്യുവാനായിട്ട് അവർ മടിക്കയില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ പേടിച്ച് വാതില് അടച്ചിരിക്കെ യേശു വന്നു, നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് യേശു എന്തുവാണ് ചെയ്തത്? അവൻ കൈയും വിലാപ്പുറവും കാണിച്ച് കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഇന്ന് പലകാലം ശിഷ്യന്മാരുടെ നടുവില് അന്ന് ആ വൈകുന്നേരം ഹല്ലേലൂയ ആ മുറിയിൽ കടന്നു ചെന്നായ യേശു കർത്താവ് ഇന്ന് പലകാലം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു ആ കർത്താവ് ഇന്ന് പലകാലം എന്നെ തൊടും നിന്നെ തൊടും നമ്മളെ തൊടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ വായിക്കുന്നതായ വേദഭാഗത്തേക്ക് വരാം. 31-ാം അധ്യായം സങ്കീർത്തനം അതിൻ്റെ 20-ാം വാക്യം. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ചു, നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ വഖാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. നമ്മുടെ യേശു കർത്താവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 3 ദിവസം യേശുവിനെ എന്തുവാണ് ഹല്ലേലൂയ മറച്ച് വെച്ചു. ഹല്ലേലൂയ അവന്റെ മരണ അവനെ അവരെ വളരെ എന്തുവാണ് പീഡിപ്പിക്കുന്നത്, ഉപദ്രവിക്കുന്നത് യേശുവിന്റെ ക്രൂശീകരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിനുശേഷം എന്തുവാണ് 3 ദിവസം എന്തുവാണ് അവനെ കല്ലറക്കുള്ളിൽ എന്തുവാണ് അവന് മറവ് ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ജീവനുള്ളവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം അതിന് മറുപടി ഉണ്ട്. എന്തുവാണ്? അവന് ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. അവന് ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റതായ കർത്താവിന് കരങ്ങൾ ഉയർത്തി പോൽക്കാലം നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.